കെപിസിസിയുടെ ഡിജിപി ഓഫീസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർദ്ധക്യം കുറ്റബോധം നിറഞ്ഞതായിരിക്കുമെന്ന കെ സുധാകരൻ. സംസ്ഥാനത്തിന് കടബാധ്യത ഉണ്ടാക്കുകയാണ് പിണറായി സർക്കാർ. ഒരാളെ പോലും നേരിൽ കാണാതെ എന്ത് ജനസമ്പർക്ക പരിപാടിയാണ് നടത്തുന്നതെന്നും വിമർശനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. കേരളയാത്ര പൂർണ്ണ വിജയമെന്ന മുഖ്യമന്ത്രി. പുതിയ ഊർജം പകർന്ന ജനപിന്തുണ ലഭിച്ചുവെന്നും വിലയിരുത്തൽ. ശബരിമല വിമാനത്താവളത്തിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. കേന്ദ്രാനുമതി കിട്ടിയാലുടൻ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയുമായി പ്രശസ്തമായ ഘോഷയാത്ര ആറന്മുളയിൽ തുടങ്ങി. വഴിനീളെ ഭക്തർക്ക് അനുഗ്രഹം തേടാനുള്ള അവസരമെന്ന സംഘാടകർ. SFI DYFI പ്രവർത്തകരുടെ സംഘം തൃശൂരിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ITI തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് പിന്നാലെയാണ് പോലീസ് ജീപ്പ് പ്രവർത്തകർ തല്ലിത്തകർത്തത്. ഹൈദരാബാദിൽ വൻ കള്ളനോട്ടുവേട്ട. പിടിച്ചെടുത്തത് 500ന്റെ നോട്ടുകെട്ടുകൾ. 6 ലക്ഷം രൂപയുടെ മൂല്യമുണ്ടാകുമെന്ന് പോലീസ്. ഇനിയും അറസ്റ്റുണ്ടാകാൻ സാധ്യത. മോദിയെയും സച്ചിനെയും വിമർശിച്ച ഇന്ത്യയുടെ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ്. ഗുസ്തി താരം സാക്ഷി മാലിക്കിനൊപ്പം നിൽക്കാൻ ആരുമില്ലെന്ന വിമർശനം. ഗുസ്തി താരങ്ങൾ നേരിടുന്ന നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് പത്മശ്രീ പുരസ്കാരം തെരുവിലുപേക്ഷിച്ച ബജ്രംഗ് പുനിയ. പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ എല്ലാം അക്കമിട്ട് നിരത്തി താരം. കശ്മീരിൽ രാജ്യാന്തര അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം തകർത്തു. ഒരു ഭീകരനെ വധിച്ചു. സാംബ ജില്ലയിൽ മോർട്ടാർ ഷെൽ പൊട്ടിത്തെറിച്ച് 1 മരണം.